ബാക്ക് കോർണറിൽ ടേബിളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്ത പട്ടിക മുറിച്ചപ്പം ബാക്കി വന്നൊരു ക്യൂബിൻ്റെ കഷ്ണമാണ്. അന്ന് ഞാൻ വെറുതെ കണ്ടപ്പോൾ എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റ് സാൻഡ് പേപ്പർ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്തെടുക്കുക, കുറച്ച് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതേപോലെ ഈ എഡ്ജൊക്കെ കുറച്ച് കർവ്ഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് സാൻഡ് പേപ്പർ ഇട്ട് ഉരയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ഉരച്ചത് നമുക്കിപ്പോൾ ഒരു ഏകദേശം ഒരു ക്യൂബായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ്റിങ് ചെയ്യാം കേട്ടോ, എന്നെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് വന്നപ്പോൾ ഇങ്ങനെ ആയിപ്പോയതാണ്. ഞാൻ കുറേ എലിമെൻറ്റ്സ് ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ അവസാനം വന്നപ്പോൾ ഇത്രയേ ചെയ്യാൻ പറ്റിയുള്ളൂ. 6 സൈഡല്ലേ നമ്മളെ ക്യൂബിനുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ ആദ്യത്തെ ജസ്റ്റ് ഒരു നൈറ്റ് ഫോളാണ്. അങ്ങനെ കുറേ ഒരു 6 സിറ്റുവേഷൻസ് അല്ലെങ്കിൽ 6 ലൊക്കേഷൻസാണ് ഞാൻ പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് അധികം പറയാനൊന്നുമില്ല, നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇത് നോക്കി ചെയ്യാന്നേ ഉള്ളൂ. ഇത് കൊച്ചു പീസ് ആയതിനെ കൊണ്ട് നമുക്ക് വേഗം ഓരോ സീൻസ് ചെയ്യാം, അധികം സമയമൊന്നും എടുക്കില്ല. ഒരു സൈഡ് ഡ്രൈ ആയതിനു ശേഷം അടുത്ത സൈഡ് ചെയ്യാൻ പറ്റുള്ളൂ, അതാണ് പ്രശ്നമൊന്നുമല്ല. അടുത്തതെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഫോറസ്റ്റ് ആ ഒരു ഇതിൽ ചെയ്തതാണ്. നമ്മൾ ഏതൊരു പെയിൻറ്റിങ് ചെയ്യുമ്പോൾ ആദ്യം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെയ്യുക, പിന്നെ അതിൻ്റെ ഇങ്ങനെ അടുത്തേക്കുള്ള സെഷൻസ് ചെയ്യുക. അപ്പോൾ ആദ്യം ഏറ്റവും ബാക്കിലുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് ഇങ്ങനെ അടുത്തേക്കുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ 6 പെയിൻറ്റിങ് കണ്ടു കഴിയുമ്പോൾ ഏകദേശം മനസ്സിലാവും എന്താണ് അതിൻ്റെ ബേസിക്സ് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ രീതിയെന്ന്. അത് കഴിഞ്ഞാൽ നമ്മൾ ബീച്ചിൻ്റെ ഒരു സെഷൻ വരയ്ക്കുകയാണ്. സിമ്പിളായിട്ടുള്ള എലിമെൻറ്റ്സാണ് ഞാൻ ഇപ്പോൾ ഇതിനകത്ത് വരച്ചിരിക്കുന്നത്, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ഒന്നും ചെയ്ത് വരച്ചിട്ടില്ല. നിങ്ങൾക്ക് കാരണം ഇത് അധികം എക്സ്പ്ലനേഷനിൽ ഭയങ്കര ചെറിയതായതിനെ കൊണ്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ബ്രഷ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് കാണാമല്ലോ. പിന്നെ ആക്രിലിക് പെയിൻറ്റും ആട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു സൺസെറ്റാണ്. അപ്പോൾ ഈ ക്യൂബിൻ്റെ മുകളിൽ എല്ലാ കളറും വരുത്തുകയെന്ന് മാത്രമേ തോന്നുന്നു എൻ്റെ ഇൻറ്റൻഷൻ. എനിക്കറിയില്ല, എനിക്ക് തോന്നിയ പോലെ ചെയ്തതാണ്. ചെയ്ത് വന്നപ്പോൾ ഇങ്ങനെ ആയതാണ്. അപ്പോൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ഓരോ മിനി ഐഡിയാസാണ്. അപ്പോൾ ഈ ഐഡിയാസ് നിങ്ങൾക്ക് വലിയ ചിത്രത്തിലേക്ക് മാറ്റാം, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അപ്പം ചിലപ്പം അതിൽ നല്ല ഭംഗിയുണ്ടാവും, വലിയ ചിത്രമൊക്കെ വരച്ച് കുറച്ചും കൂടി ഡീറ്റെയിലിങ്സ് വരും. ചെറുതാക്കി വരയ്ക്കുമ്പോൾ നമുക്ക് അധികം ഡീറ്റെയിലിംഗ് വരുന്നില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് കുറച്ച് ഐഡിയാസും സിറ്റുവേഷൻസും ഇട്ട് തന്നതാണ്. ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്ത് നോക്കുക. കുഞ്ഞാറ്റേ നീ ഇങ്ങോട്ടാ പോന്നേ? എന്നെ കണ്ടല്ലോ, അവിടെ കുതിരി അവർ പഠിക്കട്ടിടി, ഇങ്ങോട്ടേ ചാടി കളിക്കുന്നേ. അത് ശരി. ഇത് ഡേയിൻ്റെ ഒരു സെഷൻ മാത്രമാണ് വെച്ചാൽ ഒരു ബ്രൈറ്റ് ആകാശം അത്രേ ഉദ്ദേശിച്ചുള്ളൂ. അതിൽ ജസ്റ്റ് കുറച്ച് കിളികൾ പറക്കുന്നു. അപ്പോൾ നമ്മൾ അവസാനത്തെ പീസ് ഞാനൊരു ഗാർഡൻ വരച്ചു. ഭയങ്കര എളുപ്പമായിട്ടോ ആക്രിലിക് കൊണ്ട് പെയിൻറ്റിങ് ചെയ്യാൻ. നമുക്ക് കുറച്ച് തെറ്റിപ്പോയാലും വലിയ സീനൊന്നുമില്ല. വേറെ കളർ വെച്ചിട്ട് അത് ഓവർലാപ്പ് ചെയ്താൽ ആ അടിയിലൊക്കെ ചെയ്ത കളർ കാണില്ല, വാട്ടർ കളർ പോലെയല്ല. ഭയങ്കര എളുപ്പമാണ് ആക്രിലിക് ചെയ്യാൻ. അപ്പോൾ ഏകദേശം എല്ലാ കളറും ഞാനിപ്പോൾ ഈ ഒരു വർക്കിൻ്റെ മുകളിൽ യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല കളർഫുൾ ആക്കണം എന്നുള്ള ഒരൊറ്റ ഇൻറ്റൻഷൻ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. വേണ്ടോ? അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കോട്ട് വാർണിഷും അടിക്കാം. അപ്പോൾ കുറച്ചും കൂടി ലാസ്റ്റ് ആയിരിക്കും. ഞാൻ ആ ബീച്ചിലൊരു 2 ആമക്കുട്ടികളും കൂടി വരച്ചു കേട്ടോ. കണ്ടോ, പല കളറിൽ പല ഇത് ജസ്റ്റ് പേപ്പർ വെയിറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അതിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയത്. കണ്ടോ, നല്ല ഭംഗിയല്ലേ ഇത് കാണാൻ. നമ്മൾ അടിപൊളി പേപ്പർ വെയിറ്റ് ഉണ്ടാക്കിയത്. ഞാൻ എപ്പോഴും അടിപൊളി എന്ന് മാത്രമേ പറയുന്നുള്ളൂ തോന്നൂലേ, പക്ഷെ എന്നാലും നല്ലൊരു പേപ്പർ വെയിറ്റ് ഉണ്ടാക്കിയത് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ? ഇഷ്ടപ്പെട്ടാൽ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണും വരെ ടാറ്റാ, ബൈ.